നമസ്കാരം. ഇന്ന് തിയേറ്ററുകളിലും സോഷ്യൽ മീഡിയയിലും ഒരുപോലെ ചർച്ചയാകുന്ന ചിത്രമാണ് ദിലീപിനെ കേന്ദ്ര കഥാപാത്രമാക്കി പുറത്തിറങ്ങിയ ഭയം ഭക്തി ബഹുമാനം അഥവാ ഭ ഭ ബ. അതായത് സിനിമ തന്നെ പറയുന്ന പോലെ നോ ലോജിക് ഓൺലി മാഡ്നസ് എന്ന ടോണിൽ മുന്നേറുന്ന ഒരു പൂർണ്ണമായ മാസ് എന്റർടൈനറാണ്. വലിയ പ്രതീക്ഷകളോടെയാണ് ചിത്രം റിലീസ് ചെയ്തത്. പ്രത്യേകിച്ച് മോഹൻലാലിന്റെ കാമിയോ അപ്പിയറൻസ് ആരാധകർക്ക് അധിക ആവേശം നൽകുകയായിരുന്നു. ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ പൂർണ്ണമായും ഒരേപോലെയല്ല. പോസിറ്റീവും നെഗറ്റീവും ചേർന്ന മിക്സഡ് റെസ്പോൺസാണ് ഭ ഭ ബക്ക് ലഭിക്കുന്നത്. പല പ്രേക്ഷകർ പറയുന്നത് ഇത് കഥയോ ലോജിക്കും അന്വേഷിച്ച് കാണേണ്ട സിനിമയല്ല, ഭ ഭ ബ ഒരു തിയേറ്റർ എക്സ്പീരിയൻസായി ആസ്വദിക്കാൻ മാത്രമുള്ള സിനിമയാണ് എന്നാണ്. ദിലീപിന്റെ പ്രകടനം പഴയകാല സ്റ്റൈൽ തിരികെ വന്നതുപോലെയാണെന്ന് ചില ആരാധകർ അഭിപ്രായപ്പെടുന്നു. അതേസമയം കഥയുടെ ഒഴുക്ക്, നരേറ്റീവ് ക്ലാരിറ്റി ഇവിടെയൊക്കെ പാളിയതായി ചില പ്രേക്ഷകർ തുറന്നടിച്ചു പറയുന്നുമുണ്ട്. മോഹൻലാലിന്റെ ക്യാമിയോ കൂട്ടുകാരെ പോലെ സന്തോഷിപ്പിച്ചെങ്കിലും ചിലർക്കത് പ്രതീക്ഷിച്ചത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല എന്ന അഭിപ്രായവുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ വൺ ടൈം വാച്ച്, തിയേറ്ററിൽ മാത്രം എൻജോയ് ചെയ്യാവുന്ന സിനിമ എന്ന അഭിപ്രായങ്ങളാണ് കൂടുതലായി കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഗംഭീര കഥയോ ശക്തമായ തിരക്കഥയോ പ്രതീക്ഷിക്കുന്നവർക്ക് ഭ ഭ ബ നിരാശയാകാം. എന്നാൽ ലോജിക് വിട്ട് മാസ് മൊമെന്റ്സ്, നോയ്സ്, റെഫറൻസസ് ഇവയെല്ലാം ആസ്വദിക്കാൻ തയ്യാറാണെങ്കിൽ ഭ ഭ ബ ഒരു ലൗഡ് മാഡ് മാസ് എന്റർടൈനറായി ചിലർക്കെങ്കിലും ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. അതുകൊണ്ടുതന്നെ ഭ ഭ ബ ഒരു എല്ലാവർക്കും വേണ്ടിയുള്ള സിനിമയല്ല, പക്ഷേ ഒരു പ്രത്യേക ഓഡിയൻസിനായി ഒരുക്കിയ തിയേറ്റർ ബേസ്ഡ് എന്റർടൈനർ എന്നതാണ് പൊതുവായ പ്രേക്ഷക വേർഡിക്റ്റ്. സംഘട്ടന രംഗങ്ങൾ കണ്ടപ്പോൾ ചിരിക്കണോ ആസ്വദിക്കണോ എന്ന് കുഴങ്ങിയേക്കാം. എന്നാൽ ഇതെല്ലാം ആക്ഷേപഹാസ്യമായും അസംബന്ധമായും അതിശയോക്തിയായും കാണുന്നവർക്ക് ഇത് രസകരമായ അനുഭവമാകും. വേൾഡ് ഓഫ് മാഡ്നസ് എന്ന ടാഗ് ലൈനോടെ വന്ന സിനിമ അത് തന്നെ തുറന്നു പറയുന്നു. നോ ലോജിക് ഓൺലി മാഡ്നസ്. ലോജിക് അന്വേഷിക്കരുത്, വെറും ഭ്രാന്ത്. റിവ്യൂ തയ്യാറാക്കിയത് റഷീദ് തൊഴിയൂർ, ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ.